പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയുടെയും മറ്റു സംഘങ്ങളുടെയും പ്രവർത്തനത്തിന്റെ ഫലമായും സന്ദേശ പ്രചരണത്തിന്റെ ഫലമായും ദീനിന്റെ പ്രബോധനം എന്ന് പറയുന്നത് ഉലമാക്കന്മാർ അമ്പിയാക്കന്മാരെ പോലെ തന്നെ ഇറങ്ങി നടന്നുകൊണ്ട് രാജ്യത്തിന്റെ അവസ്ഥ നോക്കാതെ, രാജ്യത്തിന്റെ പരിസ്ഥിതി നോക്കാതെ, ഭൂരിപക്ഷ ന്യൂനപക്ഷ ഭേദം നോക്കാതെ ഒന്നിച്ചിറങ്ങിയിട്ട് ദീനിനെ പ്രബോധനം ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ എത്തണം എന്ന് ഇവിടെ പറഞ്ഞു പരത്തുന്നതും അത് ജനങ്ങൾക്കിടയിൽ ഇറക്കുന്നതും എത്ര പ്രയാസകരമാണ്, എത്ര ദുരന്തം സൃഷ്ടിക്കുന്ന ഇടപാടാണ് നിങ്ങൾ നോക്കുക. അതില്ലാതിരുന്നതാണ് ഉലമാക്കന്മാർ ഈ ദീൻ ഇന്ന് വരെയും കാത്തു സൂക്ഷിക്കുന്നതിന് യഥാർത്ഥത്തിൽ നിമിത്തമായത്. മുസ്ലിമീങ്ങൾ അവരുടെ ഇസ്ലാമിന്റെ ചര്യകളും ആചാരങ്ങളും ഒക്കെ ശരിയായ രീതിയിൽ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. അങ്ങനെ അവരുടെ ദീനിന്റെ ചിട്ടകളും ദീനിന്റെ ആരാധനകളും ലോകത്തെ ബോധ്യപ്പെടുത്തുന്നു. ജുമുഅകളും ജമാഅത്തുകളും എല്ലാം പരമാവധി ഉണ്ടാക്കാൻ പറ്റുന്നിടത്തെല്ലാം ഉണ്ടാക്കിയിട്ട് ഇവിടെ ഇസ്ലാമിനെ ശ്രദ്ധേയമാക്കുകയും ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യുന്ന തരത്തിൽ ഇസ്ലാമിന്റെ ഇബാദത്തുകളെ ലോകത്തിന്റെ മുമ്പിൽ വെക്കുന്നു. ഇതാണ് ഉലമാക്കൾ ചെയ്തിരുന്ന പ്രബോധന പ്രവർത്തനം. ഈ പ്രബോധന പ്രവർത്തനത്തിൽ നിന്ന് മാറി ഓരോരുത്തരെയും ചെന്നുകൊണ്ടുകൊണ്ട് ലഘുലേഖ ഇറക്കിയിട്ടോ വീട് വീണ്ടാണ്ട് നടന്നിട്ടോ ഒക്കെ നിങ്ങൾക്കറിയാലോ. ഇപ്പൊ രാജ്യത്ത് പല സംഘങ്ങൾ നടത്തിയതും പിടിച്ചതൊക്കെ ലഘുലേഖകൾ അടിച്ച് വിതരണം ചെയ്തിട്ടോ ലക്ഷക്കണക്കിന് കോപ്പികൾ അമുസ്ലിമീങ്ങൾക്കിടയിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് അവരുടെ ശിർക്കിനെയും ബഹുദൈവാരാധനയും ഭക്ഷിച്ചുകൊണ്ട് ആ തരത്തിലുള്ള പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് വാശിയോടുകൂടെ പറഞ്ഞ മുസ്ലിം സംഘടനകൾ പുത്തൻവാദികളുടെ സംഘങ്ങളായിരുന്നു. അത് അപ്പടി പകർത്തിക്കൊണ്ട് സുന്നി സംഘങ്ങളും പറയാൻ തുടങ്ങിയപ്പോ അതിനെ പ്രതിരോധിച്ചതും പഴയ കാലത്തെ കാര്യങ്ങളെല്ലാം ഉലമാക്കന്മാരുടെ തീർപ്പുകളെല്ലാം ലോകത്തിന്റെ മുമ്പിൽ വെച്ചതും കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമായുടെ സമുന്നതരായ പണ്ഡിതന്മാരാണ്. ഊറും അതുപോലെ വണ്ടൂരിലെ ഊറുമൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഈ ധർമ്മം നിറവേറ്റിയുള്ളത് നമുക്കറിയാം. അത് പോയിട്ട് ഇപ്പോ എല്ലാവരും ആ തരം നിന്നപ്പോഴാണ് ഇവിടെ ഇപ്പൊ കുറച്ചുകൂടി കാലം കഴിഞ്ഞാൽ ഞാൻ മുസ്ലിമീങ്ങളാകും, ഞങ്ങൾ ഇവിടെ ന്യൂനപക്ഷമാകും എന്ന ഒരു വിലാപത്തിലേക്കും ആ തരം ഒരു സ്ഥിതിവിശേഷത്തിലേക്കും ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായം എത്തിയത്. അവർക്കിടയിൽ തന്നെ ഫിത്നയുണ്ടാക്കാൻ ഇത് വഴിവെച്ചു. കാരണം അവരിലെ സാധാരണക്കാർക്ക് മുമ്പിൽ ശശികലയെ പോലുള്ള അവരുടെ വർഗീയ രീതിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പ്രാസംഗികന്മാരും പ്രഭാഷകന്മാരും പ്രഭാഷണം നടത്തുന്ന സ്ത്രീകളടക്കമുള്ളവരൊക്കെ രംഗത്ത് വന്ന് ഹിന്ദു ഐക്യമുന്നണികൾ ഉണ്ടാക്കിയിട്ട് ഹിന്ദുക്കളുടെ ഒരു ജാഗരണം ഉണ്ടാക്കുന്നത് മതപ്രബോധനം എന്ന പേരിൽ മതത്തിലേക്കും മുസ്ലിമീങ്ങളിലെ ഇസ്ലാമിലേക്കും ആളുകളെ ക്ഷണിച്ചുകൊണ്ടും മതത്തിലേക്ക് അവരാളുകളെ കൂട്ടിക്കൊണ്ടുമുള്ള പ്രവർത്തനം ഉറക്കു നടത്തുന്നു എന്ന് പെരുമ്പറ കൊട്ടിക്കൊണ്ടാണ്. ഈ ഒരു സ്ഥിതിവിശേഷത്തിനെതിരെ സുന്നി ഉലമാക്കൾ പണ്ട് മുതലേ നിലനിന്നു വരുന്നത് കൊണ്ടാണ് ഇത്തരം അപകടങ്ങൾ ഇല്ലാതിരുന്നത്. ഇപ്പോഴും ഒരു വിധത്തിൽ ഇതിനെ പ്രതിരോധിച്ചു നിർത്തുന്നത് സുന്നി ഉലമാക്കൾ ഈ കാര്യം ഉണർത്തുന്നത് കൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിന്റെ അകത്തുള്ള ആയത്തുകൾ ജനങ്ങളുടെ ഭാഷയിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും വിവർത്തനം ചെയ്യുമ്പോൾ ആ ഖുർആനിന്റെ ആശയങ്ങൾ എന്താണ് ഉൾക്കൊള്ളുന്നതെന്നും സാഹചര്യവും അവതരണ പശ്ചാത്തലവും എന്താണ് എന്നൊന്നും ശ്രദ്ധിക്കാതെ അതിന്റെ നേർ വാക്കർത്ഥങ്ങൾ നൽകുന്ന തരത്തിലുള്ള വിവർത്തനങ്ങൾ, മൊഴിമാറ്റങ്ങൾ വിശുദ്ധ ഖുർആനിൽ നടത്തിയാൽ ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ വധിക്കുവീൻ, മുഴുവൻ ബഹുദൈവ വിശ്വാസികളെയും വധിക്കുവീൻ എന്നൊക്കെയാണ് ആയത്ത് കാണുക. പരിഭാഷ കിട്ടുന്ന ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ എല്ലാവരും അടങ്കലും വധിക്കുവീൻ, മൊത്തം വധിക്കുവീൻ. എന്താണ് ഖുർആൻ? എത്രയോ ആയത്തുകൾ ഖുർആനിൽ, 100-ൽ പരം ആയത്തുകൾ ഖുർആനിലുള്ളത് അമുസ്ലിമീങ്ങളെയും ബഹുദൈവ വിശ്വാസികളെയും കൊല്ലാൻ ആഹ്വാനം ചെയ്യുന്നതാണ് എന്ന് കോടതികളിൽ കേസുകളിലും വാദവും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി എന്തൊക്കെയാ കോടതി പറയാന്നറിയില്ല ഈ വിഷയം. ഇതെങ്ങനെയാ സാധിക്കുന്നത്? ഇത് ഖുർആനിന്റെ വിവർത്തനങ്ങൾ നോക്കിയിട്ടാണ്. ഇംഗ്ലീഷ് വിവർത്തനങ്ങൾ, മലയാള വിവർത്തനങ്ങൾ, ഇതും ഉലമാക്കന്മാർ തടഞ്ഞിരുന്നതാണ്. ഖുർആനിൽ നിന്നല്ല മതവിധി കണ്ടെത്തേണ്ടത്. ഖുർആൻ മതവിധികൾ പറയുന്ന ഗ്രന്ഥമല്ല. ഖുർആൻ മതവിധികൾ ക്രോഡീകരിച്ച സമാഹാര ഗ്രന്ഥമല്ല. ഖുർആൻ മതവിധികൾ കണ്ടെത്തുന്നതിനുള്ള പ്രമാണ ഗ്രന്ഥമാണ്, അവലംബ ഗ്രന്ഥമാണ്. അവലംബഗ്രന്ഥവും പ്രമാണഗ്രന്ഥവും കൈകാര്യം ചെയ്യാൻ പ്രമാണബദ്ധമായി അവ മനസ്സിലാക്കാൻ കഴിവുള്ള ത്രാണിയുള്ള ഗവേഷണ യോഗ്യതയുള്ള വലിയ ഇമാം ഷാഫിയെ പോലുള്ള ഉലമാക്കന്മാർക്കേ പറ്റൂ. ഇമാം ഷാഫിയെ പോലുള്ള വലിയ ഉലമാക്കളില്ലേ മുജ്തഹിദുകളായ ഉലമാ? ആ ഉലമായിലാണ് നിയമങ്ങൾ അതിൽ നിന്ന് നിർദ്ധാരണം ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ. നിയമങ്ങൾ അവർ വിവരിക്കുകയാണ് വേണ്ടത്. ഖുർആൻ എന്ന് പറയുന്നത് പ്രമാണഗ്രന്ഥമാണ് എന്ന വസ്തുതയാണ്
സുന്നികളായിരുന്ന ഉലമാക്കന്മാർ ഇക്കാലം അത്രയും ഇവിടെ നടത്തിയത്. 1400 പരം കൊല്ലമായിട്ട് ഖുർആൻ പരിഭാഷകൾ ഈ രാജ്യത്ത് പുറപ്പെടാൻ തുടങ്ങിയിട്ട് എത്ര കൊല്ലായിട്ടുണ്ടാകും? ഒരു 100-ൽ പരം കൊല്ലം, ഒരു 200-ൽ പരം കൊല്ലത്തിന്റെ താഴെയാണ് വിവർത്തന ഗ്രന്ഥങ്ങൾ നമ്മുടെ കേരളത്തിലൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ട് 100 കൊല്ലമായിട്ടുള്ളൂ. ആകെ മൊത്തം തന്നെ ചിന്തിച്ച വളരെ കുറഞ്ഞ കൊല്ലങ്ങളേ ആയിട്ടുള്ളൂ. ആ വിവർത്തനങ്ങൾ തന്നെ ആദ്യം മുതലുണ്ടായത് ഒന്നാമത് തുടങ്ങിയത് ക്രിസ്ത്യാനികളും രണ്ടാമത് തുടങ്ങിയത് ഖാദിയാനികളും. ഖാദിയാനികളും ക്രിസ്ത്യാനികളുമാണ് ഖുർആൻ പരിഭാഷകൾക്കെതിരെ തുടങ്ങിയത്. ആ ഖുർആൻ പരിഭാഷകൾക്കെതിരെ സുന്നി ഉലമാക്കന്മാർ എപ്പോഴും ഖുർആനിനെ ഇങ്ങനെ ജനങ്ങൾക്ക് തുറന്നിട്ട് കൊടുത്താൽ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വിശേഷിച്ചും വിശദീകരണങ്ങളില്ലാതെ അതിന്റെ നേരെ മൊഴിമാറ്റങ്ങൾ ഒന്നിച്ച് ഏവർക്കും കൈകാര്യം ചെയ്യുന്ന വിധം വായിക്കാവുന്ന വിധം വിട്ടാൽ നാശങ്ങൾ ഉണ്ടാകും, കുഴപ്പങ്ങൾ ഉണ്ടാകും, അനാവശ്യങ്ങൾ മനസ്സിലാക്കും. അങ്ങനെ ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കപ്പെടും എന്നത് ഉലമാക്കന്മാർ പറഞ്ഞിരുന്ന ഒരു വസ്തുതയാണ്. അതുപോലെ തന്നെ ചിന്തിക്കൂ നിങ്ങൾ, ഉലമാക്കന്മാർ ആരംഭ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തെ ഇസ്ലാം മതം പ്രചരിച്ചിട്ടുള്ള ഈ രാജ്യത്ത് അക്കാലം മുതൽക്കുള്ള ഇബാദത്തുകളാണ് ഇവിടെ നിലനിർത്തി പോരുന്ന മതപ്രബോധന പ്രവർത്തനം. അല്ലാഹു തആലയുടെ മുൻപിലുള്ള ആരാധനാ കർമ്മങ്ങളാണിത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം, നമ്മൾ അള്ളാഹുവിനെ അറിഞ്ഞു വണങ്ങുന്നതിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണല്ലോ. ആ നിലയ്ക്ക് അള്ളാഹുവിനെ അറിഞ്ഞ് വണങ്ങുന്നതിനായി അള്ളാഹു നിശ്ചയിച്ചു തന്ന ആരാധനാ കർമ്മങ്ങളല്ലേ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രധാനം, മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനം. അത് ഏത് മതവിശ്വാസികൾക്കും അങ്ങനെ തന്നെയാണ്. അവരാരാധനകൾ എന്ന് മനസ്സിലാക്കുന്ന, ദൈവാരാധനകൾ എന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആരാധനാ കർമ്മങ്ങൾക്ക് ഒരു പ്രത്യേക സംഗതിയുണ്ട്, അതിനൊരു സാമൂഹിക തലമുണ്ട്. കേവലം ആരാധനകൾ ദൈവവും വ്യക്തിയും തമ്മിലുള്ള ഒരു ബന്ധം മാത്രമല്ല. അങ്ങനെയാണ് പലപ്പോഴും പറയാം, ദൈവവും വ്യക്തിയും തമ്മിലുള്ള ബന്ധം. അങ്ങനെയല്ല നമ്മുടേത് ഒരു സാമൂഹിക തലം അതിനുണ്ട്. എങ്ങനെ? ഓരോ പ്രദേശത്ത് ബാങ്ക് കേൾക്കുന്ന ചുറ്റുവട്ടത്തുള്ള ആളുകൾ 5 നേരവും ജമാഅത്തിൽ പങ്കെടുത്തുകൊണ്ട് ഒരു സാമൂഹിക ഇബാദത്തായിക്കൊണ്ട് 5 നേരത്തെ നിസ്കാരം നിർവഹിക്കുന്നു. അതിലേക്ക് ക്ഷണിക്കാൻ നല്ല ശബ്ദമുയർത്തിക്കൊണ്ട് ബാങ്ക് വിളിക്കുന്ന ആൾ 5 നേരവും പരസ്യമായി ബാങ്ക് വിളിക്കുന്നു. ആഴ്ചയിലൊരിക്കലാണെങ്കിൽ ഒരു ഗ്രാമത്തിലുള്ള ആളുകൾ ഒത്തുചേർന്നുകൊണ്ട് ഒന്നിച്ച് അവർ ഒരു ജുമുഅ നടത്തുന്നു. പെരുന്നാൾ നമസ്കാരം പോലുള്ള പ്രത്യേകമായിട്ടുള്ള നിസ്കാരങ്ങൾ ദീനിന്റെ ചിഹ്നങ്ങളായതിനെ നിർവഹിക്കുന്നു. ഇതൊക്കെ നിർവഹിക്കുന്നത് റമദാൻ മാസത്തിലെ നോമ്പ് പരസ്യമായി ചെയ്യുന്നു, സക്കാത്ത് പരസ്യമായി നൽകുന്നു. ഹജ്ജാകട്ടെ അതിന്റെ ഒരുക്കങ്ങൾ മുതൽ അതിന്റെ നടത്തിപ്പും ആരാധനാ കർമ്മങ്ങളും വരെ ലോകമാധ്യമങ്ങളിൽ പ്രചാരപ്പെടുന്ന വിധത്തിൽ നിർവഹിക്കുന്നു. ഇതൊക്കെ എന്തിനാണ്? എന്താണ് ഇസ്ലാം? ഇസ്ലാമിന്റെ ആരാധനകൾ, ഈ ആരാധനകളുടെ രഹസ്യമെന്ത്, ഇതിന്റെ സ്വഭാവമുണ്ട്, ഇതിന്റെ ചുറ്റുപാടുണ്ട് എന്ന് ലോകത്തിന്റെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നതിന് ഒരു പ്രസംഗത്തെക്കാൾ, ലഘുലേഖയേക്കാൾ, പ്രസിദ്ധീകരണങ്ങളെക്കാൾ, പുസ്തകത്തെക്കാൾ ഫലവത്തായ പ്രബോധന മാർഗമല്ലേ ഈ കാണിക്കുന്ന പരസ്യമായ ഇബാദത്തിന്റെ നിർവഹണം? ഈ ഇബാദത്തിന്റെ നിർവഹണം പ്രബോധന പ്രവർത്തനം എന്ന നിലക്ക് കൂടി സംവിധാനിക്കപ്പെട്ടിട്ടുള്ള ഇബാദത്തുകൾ അതിന്റെ ആദ്യ തലമുറയിൽ എങ്ങനെ ഓരോരോ സ്ഥലങ്ങളിൽ ഓരോ വെള്ളിയാഴ്ചയിലെ പ്രസംഗം പരിഭാഷപ്പെടുത്തിക്കൊണ്ടുള്ള ചില നടപടികൾ പുത്തൻവാദികളിൽ നിന്നുണ്ടായി. വികലമായ ചിന്തയാണ്. അതായത് നാട്ടിൽ ചെല്ലുമ്പോൾ ആ നാട്ടുകാർക്ക് തിരിയുന്ന ഭാഷയിലാകണം പ്രസംഗം എന്നൊരു ചിന്ത. ഓർക്ക് തിരിയണ്ടേ? സംസാരിക്കുന്നത് തിരിയാൻ ഫുത്തുബയുടെ മാനം നോക്കുന്നില്ല. ആരാധനാമാനം, സാമൂഹികമായ മാനം, അതിന്റെ ഏകതാമാനം, ഇതൊക്കെ പരിശോധിക്കണ്ടേ? ഈ തലമുറയിലെ ആദ്യ തലമുറ മുതൽ അവസാനത്തെ തലമുറയെ വരെ ഏകമായി നിലനിർത്തുന്നത് ഈ ഇബാദത്തുകളുടെ ഏകതയല്ലേ? ഈ ഏകതാരൂപം ശ്രദ്ധിക്കാതെ ഓരോരോ പ്രദേശത്തേക്കും അതത് പ്രദേശത്തെ ഭാഷയിൽ നടത്തുക എന്ന നിലപാടും ഫുട്ബയിൽ വന്നാൽ നാളെ നിസ്കാരത്തിനും വരും, മറ്റന്നാൾ ബാങ്കിനും വരും. ഇത് വന്ന തുർക്കി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് സംഭവിച്ചതുമാണ്. അങ്ങനെ വരാതിരിക്കാൻ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉലമാക്കന്മാർ ആ ഇബാദത്തുകളുടെ പരിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട്, ഭാഷ സൂക്ഷിച്ചുകൊണ്ട്, ആചാരം സൂക്ഷിച്ചുകൊണ്ട്, അതിന്റെ ആകാരം സൂക്ഷിച്ചുകൊണ്ട്, അത് സൂക്ഷിച്ചുകൊണ്ട് തന്നെ നിർവഹിക്കണം എന്ന് വ്യവസ്ഥ ചെയ്തു. ആ വ്യവസ്ഥകൾ അവനവന്റെ ഇഷ്ടം പോലെ മാറ്റിയിട്ട് പ്രാദേശിക ഭാഷയിൽ പ്രസംഗിക്കുന്നിടത്തെത്തിയപ്പോ ഗ്രൂപ്പിസവും സംഘടനാതരമായ വൈവിധ്യങ്ങളും വൈരുദ്ധ്യങ്ങളും ഒക്കെ സമൂഹത്തിൽ വന്നപ്പോൾ എന്തുണ്ടായി? വെള്ളിയാഴ്ചത്തെ മിമ്പറിലായി അപരനെ തെറി പറയും, സംഘടനയുടെ പ്രചാരണം,
സംഘടനയുടെ നേതാക്കന്മാരെ മോശപ്പെടുത്തൽ, ഗ്രൂപ്പ് തിരിഞ്ഞ ആളുകൾക്ക് ആരുടെ കയ്യിലാണോ പള്ളിയെങ്കിൽ ഹസീബിന്റെ ഗ്രൂപ്പിലല്ല അങ്ങനത്തെ ആളുകളാ വരുന്നു വെച്ചാൽ അവരുടെ ഗ്രൂപ്പിൽപ്പെട്ട നേതാക്കളുടെ തെറി കേൾക്കേണ്ടി വരുന്നു ജുമാക്ക് മുമ്പുള്ള ആരാധനയായ ഖുതുബയിൽ. ഈ ഒരു സ്ഥിതിവിശേഷം വന്നപ്പോഴല്ലേ പണ്ടത്തെ സുന്നി പള്ളികളിലുള്ള അറബിയിലുള്ള ഖുതുബന്നെയാണ് നല്ലത്, പരിഭാഷ വേണ്ടില്ലായിരുന്നു എന്ന് പുത്തൻവാദികൾക്ക് തോന്നിയത്. വാസ്തവത്തിൽ ഇസ്ലാമിനെ പറ്റി ചിന്തിപ്പം മുമ്പേ ചിന്തിക്കണ്ടേ നമ്മൾ? ആദരവുറ്റ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഇസ്ലാം മതം പ്രചരിച്ചിട്ടുള്ള അനറബി നാടുകൾ എത്രയാണ്? അറബ് നാടുകളെക്കാൾ കൂടുതൽ അനറബി നാടല്ലേ? ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്വപ്നം കാണുന്നു, ഞാൻ ഒരു നേതാവായി ഒരു വാഹനപ്പുറത്തിരിക്കുന്നു, ഈ വാഹനപ്പുറത്ത് എന്റെ പിന്നിൽ ഇതാ ഇരുത്തപ്പെട്ടിരിക്കുന്നു അജങ്ങൾ. ഈ അജങ്ങൾ കറുത്ത അജങ്ങളാണ്, ധാരാളമുണ്ട്. ഈ കറുത്ത അജങ്ങൾ ഒരിടയനായ എന്റെ പിന്നിൽ നിർത്തപ്പെട്ടിരിക്കുന്നു. രണ്ടാമത് കണ്ടു, അവരെ അതിജീവിക്കുന്ന തരത്തിൽ വലിയ സംഘമായിക്കൊണ്ട് അത്യാവശ്യം വെളുത്ത അജങ്ങൾ ബേക്കിലിരിക്കുന്നു. ഈ വെളുത്ത അജങ്ങളും കറുത്ത അജങ്ങളും, വെളുത്ത അജങ്ങളാണ് ധാരാളമുള്ളത്. ഇങ്ങനെ ഒരു സ്വപ്നം ഞാൻ കണ്ടു എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ സിദ്ദീഖ് എന്നവർ പറഞ്ഞു, ദഅനി ഉഅബ്ബിർഹാ, ആരംഭ നബിയെ ഞാൻ പറയാം ആ കിനാവിന്റെ വ്യാഖ്യാനം, തങ്ങൾ എന്നെ വിട്ടേക്കും, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ കിനാവിന്റെ വ്യാഖ്യാനം തങ്ങൾ പറഞ്ഞു ആയിക്കോട്ടെ. സിദ്ദീഖ് അക്ബർ എന്നവർ പറഞ്ഞു, ഈ കറുത്ത അജങ്ങൾ അറബികളാണ്, തങ്ങളുടെ പിന്നിൽ ധാരാളം അറബികൾ അണിനിരക്കും, തങ്ങൾ അവരുടെ ഇടയനായി നായകനായി ദീനിന്റെ നേതൃത്വത്തിൽ നിൽക്കും, തങ്ങളെ പിൻപറ്റുന്നവർ അറബികൾ ഉണ്ടാകും ധാരാളം. പിന്നീട് വന്ന വെളുത്ത അജങ്ങളോ, ഈ വെളുത്ത അജങ്ങൾ അനറബികളാണ്, അനറബികൾ ഇവരെ അതിജയിക്കുമാർ ധാരാളം ഉണ്ടാകും. ഇതാണ് സൂചന എന്ന് പറയുമ്പോ റസൂലുള്ളാഹിന്റെ കാലത്തു തന്നെ വെളുത്ത അജങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതായിട്ടുള്ള എല്ലാ ബിശാറത്തുകളും ആ തരത്തിലുള്ള വഹീകളും ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭിച്ചിട്ടില്ലേ? അതുതന്നെ സംഭവിച്ചതും അറബ് സമൂഹത്തെ അതിജയിക്കുന്ന വിധം അനറബ് സമൂഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നില്ലേ? ഖിലാഫത്ത് റാഷിദയുടെ കാലത്ത് പേർഷ്യയും റോമും തകർന്നപ്പോ ആ രണ്ട് സാമ്രാജ്യത്വത്തിന് കീഴിൽ നിലനിന്നിരുന്നതായ രാജ്യങ്ങൾ അത്രയും ഇസ്ലാമിലേക്ക് വന്നപ്പോ അവിടുത്തെ അനറബികളായ ആളുകൾ മുഴുവൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ അവിടങ്ങളിലൊക്കെയും അതത് നാട്ടുകാർക്ക് വേണ്ട ഖുതുബയാണോ നിർവഹിച്ചത്? റസൂലുള്ളാഹിന്റെ സ്വഹാബാക്കൾ നിർവഹിച്ചത്? ശേഷമുള്ള താബിഈകൾ നിർവഹിച്ചത്? അല്ല, അറബിയിലുള്ള ഖുതുബ. എന്താണ് ഇതിനർത്ഥം? ഇതൊരു ഏകത വേണം. അറബിയിലുള്ള ഖുതുബയാണ് ഇസ്ലാമിന്റെ ആരാധനയായിട്ടുള്ള ഖുതുബ. അറബിയിലുള്ള നിസ്കാരമാണ് ആരാധനയായിട്ടുള്ള പ്രാർത്ഥന. പ്രാർത്ഥനക്കും അതുപോലെ ഖുതുബക്കും അതുപോലത്തെ ഇബാദത്തുകൾക്കും ഒക്കെ അതിൻ്റെതായ ഒരു തനിമയുണ്ട്, അതിൻ്റെതായ ഒരു വ്യവസ്ഥയുണ്ട്, അതിൻ്റെതായ ആദാബുകളുണ്ട്, അതിൻ്റെതായ ചിട്ടകളുണ്ട്. അതങ്ങനെ തന്നെ നിലനിൽക്കണമെന്നതുകൊണ്ടല്ലേ ഒരേ വിധത്തിൽ ഇതൊക്കെ അന്ന് മുതൽ ഇന്ന് വരെ നിലനിൽക്കുന്നത്. അന്ത്യനാൾ വരേക്കുമുള്ള ലോകത്തിന്റെ മുമ്പിൽ ഇത് നിലനിർത്തേണ്ട ബാധ്യത മുസ്ലിം സമുദായത്തിനില്ലേ? ഇതിന്റെ കടക്കലാണ് കത്തിവെക്കുന്നത്. ഇഷ്ടം പോലെ നമ്മുടെ തന്ത്രങ്ങളൊക്കെ കൂട്ടിയാലോ ഭാഷകളൊക്കെ കൂട്ടിയാലോ നമ്മുടെ ഇഷ്ടത്തിന് ആരാധനകൾ കൈവച്ചാലോ ചെറിയ കാര്യമായി കാണുകയാണോ? ഇത് ചെറുതായി കാണും പലരും. നിങ്ങൾ ആലോചിച്ചു നോക്കൂ.